ഹലോ അസ്സാം വലൈക്കും വെൽക്കം ടു അവർ യൂട്യൂബ് ചാനൽ. നമ്മൾ ഉണ്ടാക്കുന്നത് പച്ചമാങ്ങ വെച്ചിട്ട് നല്ല അടിപൊളി ഒരു ഐറ്റം കേട്ടോ. അപ്പോൾ ഇപ്പോൾ സോഷ്യൽ മീഡിയയിലൊക്കെ വൈറലായി ഇപ്പോൾ എല്ലാവരും ട്രൈ ചെയ്തിരിക്കുന്ന ഐറ്റമാണ്. നല്ല ടേസ്റ്റുമാണ്. അതുകൊണ്ട് ഇപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുന്നുണ്ട്. അപ്പോൾ നമുക്കത് എങ്ങനെ ഉണ്ടാകും നോക്കുക. അതിന് മുന്നേ നിങ്ങൾ ആരെങ്കിലും എൻ്റെ ചാനൽ പുതുതായിട്ട് കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. തൊട്ടടുത്തൊരു ബെല്ലിൻ്റെ ഐക്കൺ ഉണ്ട്, അതും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഞാൻ ഇടുന്ന പുതിയ പുതിയ വീഡിയോസൊക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി കിട്ടും. അപ്പോൾ അതിനാണ് ക്ലിക്ക് ചെയ്യാൻ പറഞ്ഞത്. അപ്പോൾ നമുക്ക് എങ്ങനെ അതുണ്ടാക്കാമെന്ന് നോക്കാം. അപ്പോൾ അതിനായിട്ട് ഞാൻ ഒരു മാങ്ങയാണ് ഇപ്പോൾ എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് ക്വാണ്ടിറ്റി അനുസരിച്ച് രണ്ടെണ്ണം വേണമെങ്കിൽ രണ്ടെണ്ണം എടുക്കുക, കുഴപ്പമൊന്നുമില്ല. ഈ ഒരു പച്ച മാങ്ങ, ഇത് കളറ് എൻ്റെ മാറിയിട്ടുണ്ടെന്നുള്ളൂ, പക്ഷേ ഇത് നല്ല പുളിയുള്ള മാങ്ങ തന്നെയാണ് കേട്ടോ. പച്ച മാങ്ങ എടുക്കാൻ നോക്കുക. ഇതേപോലെ കരിയുക, നമ്മൾ സാധാ മാങ്ങ കട്ട് ചെയ്യുന്ന പോലെ തന്നെ കട്ട് ചെയ്തെടുക്കുക. ഇപ്പോൾ ഞങ്ങളുടെ എല്ലാം കട്ട് ചെയ്തിട്ട് ഇതേപോലെ അധികം നൈസും അല്ല, എന്നാൽ കുറച്ച് തിക്കുമാണ്, ആ രീതിയിൽ വേണം കട്ട് ചെയ്യാൻ കേട്ടോ. ഇതുപോലെ കട്ട് ചെയ്തെടുക്കുക. നീളത്തിൽ ഇതുപോലെ കട്ട് ചെയ്യണം. അടുത്ത മാങ്ങി ഇതേപോലെ തന്നെ കട്ട് ചെയ്തെടുക്കുക. ഇനി എല്ലാം മാങ്ങി ഇതാ കട്ട് ചെയ്ത് കണ്ടില്ലേ, അധികം നൈസും അല്ല, എന്നാൽ കുറച്ച് തിക്കുമായിട്ട് ആ രീതിയിൽ തന്നെ കട്ട് ചെയ്തെടുക്കുക കേട്ടോ. ഇപ്പോൾ ഇതാ ഞാൻ ഇതൊക്കെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതാ ഞാൻ ഈ മാങ്ങയുടെ ഇതിൻ്റെ മേലെ കുറച്ച് മാങ്ങയുടെ കയമ്പുകളുണ്ടാവും, പീസ് അതും നമുക്ക് കട്ട് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ഫുള്ളായിട്ട് അതുമൊന്ന് ഞാൻ അപ്പോൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഫുള്ളെല്ലാം കട്ട് ചെയ്തെടുത്ത് ഇനി നമുക്ക് അടുത്ത വേണ്ടത് ഒരു പാനാണ്. പാൻ ചൂടാക്കിയിട്ട് വെക്കുക. അതിന് ശേഷം വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക കേട്ടോ. കുറച്ച് കൂടുതൽ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കണം. അതൊന്ന് ചൂടായതിനു ശേഷം കുറച്ച് കറിവേപ്പില കുറച്ച് കൂടുതൽ ഒരു പിടി എടുക്കുക. ഒരു കൈൻ്റെ ഒരു പിടി കറിവേപ്പില ഇട്ടിട്ട് ഒന്ന് വറുത്ത് കൊടുക്കുക. ഫ്ലെയിമൊക്കെ മീഡിയത്തിലാക്കണം, ഒരുപാട് കൂട്ടി വെക്കണ്ട. മീഡിയത്തിലാക്കിയിട്ട് നമുക്കത് വറുത്തെടുക്കുക. അത് നമുക്ക് വറുക്കുന്ന പരിവം പറഞ്ഞാൽ നമ്മൾ പിടിക്കുമ്പോൾ അങ്ങനെ പൊട്ടില്ല, അത് നമുക്ക് വറുക്കുമ്പോൾ കിറക്കിറ സൗണ്ട് വരും, ഒരു മുരിഞ്ഞ സൗണ്ട് വരും. നമ്മൾ കറിക്കൊക്കെ വറക്കണ പോലെ അതേപോലെ സൗണ്ട് വരും. അതൊക്കെ നമ്മൾ പിടിക്കുമ്പോൾ അങ്ങനെ പൊടിയുമല്ലോ, അതേ രീതി വേണം ആയി കിട്ടാൻ. ആ എടുപ്പതാ എൻ്റെ ഒക്കെ ആയിട്ടില്ല, ഇത് നല്ല ക്രിസ്പി പോലെ ആയിട്ടുണ്ട്. ആ ഒരു രീതിയിലാവുമ്പോൾ നമുക്ക് എടുത്ത് മാറ്റണം. മീഡിയത്തിൽ ഇടാൻ നോക്കുക, ഫ്ലെയിമൊക്കെ കരിയിക്കരുത്. ഇനി അതിന് ശേഷം ആ സെയിം വെളിച്ചെണ്ണയിലേക്ക് തന്നെ ഞാൻ ഒരു മാങ്ങല്ല എടുത്തത്. അപ്പോൾ ഒരു 7 ഉണക്കമുളക്, നിങ്ങൾ മുളക് എരിവുണ്ടോ അനുസരിച്ച് അനുസരിച്ച് ഇട്ട് കൊടുത്താൽ മതി. ഒരു 2 പച്ച മാങ്ങയൊക്കെ ആണെങ്കിൽ ഒരു 10 എണ്ണമൊക്കെ ഇട്ട് കൊടുക്കേണ്ടി വരും. ഉണക്കമുളക് 10 എണ്ണമൊക്കെ വേണ്ടി വരും. എരി നോക്കിയിട്ട് വേണം ഇട്ട് കൊടുക്കാൻ കേട്ടോ. ഒരുപാട് ഇട്ട് കൊടുത്താൽ എരി കൂടി പോവും. മുളക് എരുണ്ടോ എല്ലാം നോക്കി അനുസരിച്ചിട്ട് കൊടുക്കുക. ഇപ്പോൾ ഞാൻ 7 എടുത്തിട്ട് അതും വറുത്തെടുക്കുന്നുണ്ട്, സെയിം വെളിച്ചെണ്ണയിൽ തന്നെ. അപ്പോൾ അത് അതും ആയി കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഒരു വറക്കുന്ന ഒരു പരിവം കണ്ട് നമുക്കറിയാലോ, ഒരുപാട് കരിഞ്ഞു പോവാതെ വറുത്തെടുക്കുക. ഇപ്പോൾ അതും എടുത്ത് മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്ക് എന്താ വേണ്ടി വെച്ചാൽ ആ വെളിച്ചെണ്ണയിൽ തന്നെ നമ്മളിവിടെ കട്ട് ചെയ്ത് വെച്ച മാങ്ങല്ലേ, ആ മാങ്ങ ഇതിൽക്കൊന്ന് ഇട്ട് കൊടുക്കുക. കട്ട് ചെയ്ത് വെച്ച മാങ്ങല്ലേ അതിട്ട് കൊടുക്കുക. അത് ഫ്ലെയിമൊക്കെ സെയിം അതുപോലെ തന്നെ വെച്ചാൽ മതി, കൂട്ടാതെ ആ മീഡിയത്തിനായിട്ട് വെച്ചാക്കുക. എന്നിട്ട് അതൊന്ന് ഇതേപോലെ വഴറ്റി കൊടുക്കുക. അതായത് ഓവർ ഇങ്ങനെ നല്ല വെന്ത് പോവണ്ട, ഒന്ന് ജസ്റ്റ് ഒന്ന് വാട്ടിയെടുത്ത പോലെ ഒന്ന് എടുക്കണം. അത് നമ്മൾ ഇതേപോലെ തന്നെ കൈ എടുക്കാതെ ഒന്ന് ഇളക്കി കൊടുക്കുക. അപ്പോൾ അതിനതും പെട്ടെന്ന് തന്നെ ആയിക്കും. കാരണം ഓൾറെഡി ഇത് ചൂടായി കിടക്കുന്ന പാനും എണ്ണയൊക്കെ ഇല്ല, അപ്പോൾ അതിന് ആയി കിട്ടും. നമ്മൾ കൈ എടുക്കാതെ തന്നെ ഇളക്കി കൊടുക്കുക. ഇതിപ്പോൾ ഇവിടെ നമ്മുടെ മാങ്ങ ഇതായി വന്ന് തുടങ്ങിയിട്ടുണ്ട്. ഇതാ ആയി തുടങ്ങി. ഒരുപാടൊന്നും വാടിക്കൊഴിയൊന്നും വേണ്ട, ജസ്റ്റ് ഒന്ന് വാടി ഇങ്ങനെ ഉടയൊന്നും വേണ്ട, അതേപോലെ വാടി നമുക്ക് മനസ്സിലാവും. ഇതേപോലെ ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതിങ്ങനെ നമുക്ക് എണ്ണയിൽ നിന്ന് എടുത്ത് മാറ്റാം കേട്ടോ. കുറേശ്ശെ എടുത്ത് മാറ്റാം. ഇതിപ്പോൾ ഞാൻ ഇപ്പോൾ ഇതാ എല്ലാം എടുത്ത് മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്ക് എന്താ വേണ്ടി വെച്ചാൽ ആ നമ്മൾ വാട്ടി വെച്ച ഉണക്കമുളകും കറിവേപ്പിലില്ലേ, അതിതാ ഇതുപോലെ പൊടിച്ച് കൊടുത്തിട്ടുണ്ട്. അത് മിക്സിയിലിട്ട് ജസ്റ്റ് ഒന്ന് കറക്കി തന്നെ ഇതുപോലെ പൊടിയായി കിട്ടും. ഇനി നമ്മൾ ഇതവിടെ വാട്ടിയെടുത്ത മാങ്ങ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതേപോലെ തന്നെ മാങ്ങ ഇരിക്കുക. ആ മാങ്ങയിലേക്ക് നമ്മൾ പൊടിച്ച് വെച്ചിരിക്കുന്ന ഉണക്കമുളകും കറിവേപ്പിലയുടെ ആ കൂട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഞാൻ ഫുള്ളിട്ട് കൊടുത്തിട്ടുണ്ട്. അതിന് ശേഷം ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കുക. ഉപ്പിട്ട് കൊടുത്തതിന് ശേഷം ഒരു 1/4 ടീസ്പൂൺ കായപ്പൊടി ഇട്ട് കൊടുക്കുക കേട്ടോ. കായപ്പൊടി ഇട്ട് കൊടുത്തത് അതും ഇട്ട് കൊടുത്തതിന് ശേഷം നമ്മൾ ഇവിടെ വാട്ടി വെച്ച എണ്ണയില്ലേ, അതിൽ കുറച്ച് വെളിച്ചെണ്ണ ബാക്കിയുണ്ടാവും. ആ വെളിച്ചെണ്ണ ഈ മാങ്ങയുടെ കൂട്ടിലേക്ക് ഇട്ട് കൊടുക്കുക. അതായത് നമ്മൾ വേപ്പില ഉണക്കമുളകും പച്ചമുളകൊക്കെ വാട്ടി എണ്ണ ഉണ്ടാവുമല്ലോ, ആ വെളിച്ചെണ്ണ ബാക്കി അതിലുണ്ടാവും. നമ്മൾ കുറച്ച് കൂടുതൽ എണ്ണ നമ്മൾ ഒഴിച്ചിട്ടുണ്ടാവും, അതാണ് നമുക്ക് ഇതിൽ ഒഴിച്ച് കൊടുക്കുന്നത്. അപ്പോൾ നല്ല ടേസ്റ്റി ആവും എണ്ണ. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. ഇതാ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കേണ്ട, കൈ വെച്ച് തന്നെ മിക്സ് ചെയ്യുക. നല്ല ടേസ്റ്റ് ഉണ്ട്. അത് ചോറിൻ്റെ കൂടെ കഴിക്കാൻ നല്ല രസമാണ്. ഇതിൻ്റെ ആ മസാല ഉണ്ടല്ലോ, നമ്മൾ ആ വറുത്ത് പൊടിച്ച് വെച്ച മസാല ഒക്കെ ഉണ്ടല്ലോ, ആ മസാല തന്നെ കഴിക്കാൻ നല്ല രസമാണ്. ചോറിൻ്റെ കൂടെ അത് മാത്രം മതി. ഇനി ഒരു പപ്പടം കൂടി ഉണ്ടെങ്കിൽ കറിയുടെ ആവശ്യം തന്നെ ഇല്ല. ഇനിയിപ്പോൾ ചോറിൻ്റെ കൂടെ നല്ല തനിയെ നമ്മൾക്ക് ഇതുപോലെ ഇരുന്ന് കഴിക്കാം. നമ്മൾ ഉപ്പ് മുളകിട്ട് കഴിക്കില്ല, അതിനെക്കാട്ടി കുറച്ച് ടേസ്റ്റ് ഇത് കൂടുതൽ കിട്ടും. ആ മസാല അതിൻ്റെ കൂടെ മസാലകളില്ല, ആ മസാല തന്നെ കഴിക്കാൻ നല്ല രസമാണ്. അപ്പോൾ പച്ചമാങ്ങ കിട്ടുമ്പം കറി വെക്കുകയും നമ്മൾ ചമ്മന്തി ഉണ്ടാക്കുകയൊക്കെ ചെയ്യും. അതിൻ്റെ കൂടെ ഇതുപോലെ ഒന്ന് ഒരു പ്രാവശ്യം ഉണ്ടാക്കി നോക്കണം. പിന്നെ
പിന്നെ നമ്മൾ പച്ചമാങ്ങ വാങ്ങിയ ഇതുപോലെ തന്നെ ഉണ്ടാക്കുകയുള്ളൂ. നല്ല ടേസ്റ്റ്, അത്രയ്ക്കും ടേസ്റ്റാണ് കഴിക്കാൻ. അപ്പോൾ ഇനി പച്ചമാങ്ങ ആകുമ്പോൾ ഇതുപോലെയൊക്കെ എല്ലാവരും ഉണ്ടാക്കി നോക്കുക. അത്രേ ഉള്ളൂ നമ്മളെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഓക്കെ, ബൈ ബൈ, താങ്ക് യു.